ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്നാണെങ്കിൽ ഞാൻ 2 ദിവസം മുന്നേ ഇതുപോലെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഒരു ഗെറ്റ് റെഡി വിത്ത് മീ എറണാകുളത്ത് പോണേന്. അത് കഴിഞ്ഞ് എനിക്ക് ചെറിയൊരു പനിയും ചുമയൊക്കെ വന്ന കാരണം പിന്നെ അങ്ങോട്ട് വീഡിയോസൊന്നും ഇടാൻ പറ്റിയിട്ടുണ്ടായില്ല. അപ്പോൾ അന്ന് നമ്മൾ പോയതിൻ്റെ ഒരു ലോങ് വീഡിയോ ആണത്. അപ്പോൾ ഞാൻ അന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ആഗി നമ്മളിപ്പോൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ ആഗി അവിടെ നിന്ന് ഇറങ്ങി കലൂർ ബസ് കയറി എന്ന് പറഞ്ഞപ്പോഴായിരുന്നു ഞാൻ ഇവിടെ നിന്ന് റെഡി ആവാൻ നിന്നത്. അങ്ങനെ ഒരു കണക്കിന് ഞാനൊക്കെ റെഡിയായി നമ്മുടെ ബസ്സൊക്കെ എടുത്ത് നമ്മൾ നേരെ എറണാകുളത്തേക്ക് വിട്ടു. അപ്പോൾ എറണാകുളത്ത് ചെന്നപ്പോഴാണെങ്കിൽ വലിയ കുഴപ്പമില്ലാത്തൊരു ക്ലൈമറ്റാണ്. ചിലപ്പോൾ മഴ പെയ്യാൻ, ചിലപ്പോൾ മഴ പെയ്യത്തില്ല എന്നുള്ള രീതിയിൽ നിൽക്കുന്ന ക്ലൈമറ്റാണ്. എന്തായാലും ഞാൻ കുടയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ നേരം ഞാൻ വെയിറ്റ് ചെയ്ത് അവസാനം ആഗി വന്നു. സത്യം പറഞ്ഞാൽ ഞാനെത്തി കുറേ നേരം ഞാൻ വെയിറ്റ് ആക്കിയിട്ടാണ് ആഗി വന്നത്. എന്നാലും കുഴപ്പമില്ല, എനിക്കൊരു ആവശ്യം ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ആഗി വന്നതാണല്ലോ. അപ്പോൾ ഇന്നെന്തിനാ ശരിക്കും പറഞ്ഞാൽ നമ്മൾ എറണാകുളത്ത് വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കല്യാണമാണ്. അപ്പോൾ അവളുടെ കല്യാണത്തിന് വേണ്ടിയിട്ട് കുറച്ച് ലെഹങ്കയുടെ ഡിസൈൻ ചെയ്യാനും അതുപോലെ തന്നെ ഡിസൈനർ സാരിയാണ് അവൾ എടുത്തേക്കണം. അപ്പോൾ അതിന് തന്നെ ദുപ്പട്ടയുണ്ട്. അപ്പോൾ അതൊക്കെ ഇഷ്ടമായില്ല, പകരം വേറൊരു ദുപ്പട്ട ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് കുറച്ച് മെറ്റീരിയൽസ് എടുക്കാനായി കൂടിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ എറണാകുളത്ത് ഫസ്റ്റ് ഞങ്ങൾ വിചാരിച്ചു പോത്തീസി പോകുന്നത്. അപ്പോൾ അവിടെയാണെങ്കിൽ RDCയിലാണ്. ഇതൊന്നും നമുക്കറിയില്ലായിരുന്നു. അവിടെ ചെന്നപ്പോഴാണെങ്കിൽ RDCയിൽ കാര്യങ്ങളൊക്കെ വൻ ഓഫറും 50%, 40% ഒക്കെ നല്ലൊരു ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. എന്താ അടി കിട്ടിയില്ല? നിരാശയാണോ? നെറ്റ് കാണിച്ചേ, ഡിസൈൻ ചെയ്യാം. നെക്സ്റ്റ് കടയിലോട്ട് മൂവ് ആക്കാം. ഓക്കെ, അങ്ങനെ നെറ്റ് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു പിന്നെ നെക്സ്റ്റ് കട പിടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഇറങ്ങിയപ്പോഴാണ് അവിടെ ലിപ്സ്റ്റിക്കിൻ്റെ കുറച്ച് ട്രയലും കാര്യങ്ങളൊക്കെ കണ്ടത്. സത്യമായിട്ടോ നൈസ്. ഇങ്ങോട്ട് നോക്കി, നൈസ് അടി. അടിപൊളി, നല്ല ചേർച്ചയുണ്ട്. എത്രയാണ്? 450. കാശുകാരിയായി ആകി കാശെടുത്ത് വീശ്. ഒക്കണ്ടേ? ഞാൻ രണ്ടിൻ്റെ കൈ തന്നോണ്ട് പോട്ടെ ടാറ്റാ. അങ്ങനെ ചേട്ടൻ്റെ കടയിൽ ചെന്ന് 2 കപ്പലിൻ്റെ മിഠായിയൊക്കെ മേടിച്ച് ചേട്ടനൊരു ടാറ്റയൊക്കെ കൊടുത്ത് നമ്മൾ നേരെ പോയത് പിന്നെ ഷീമാട്ടിലേക്കായിരുന്നു. അപ്പോൾ അവിടെയെങ്കിലും ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയത്. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ ഷീമാട്ടിലേക്കാണ് വന്നിരിക്കുന്നത് ഗൈസ്. ഇനി എവിടെയെങ്കിലും എന്തെങ്കിലും കിട്ടുമെന്ന് നോക്കാം. എന്തൊരു ചൂട്. ഇത്ര മഴ പെയ്തിട്ടും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ക്ലൈമറ്റ് വേണം, എന്നാലും നല്ല ചൂടുണ്ട് പുറത്തോട്ട് ഇറങ്ങിയ. പിന്നെ പ്രത്യേകിച്ച് നന്നായിട്ട് വേർക്കണോ അല്ലേ? അപ്പോൾ ഉള്ളിൽ പോയിട്ട് എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയിട്ട് പറയാം ഗൈസ്. ഷീമാട്ടിയുടെ ഉള്ളിലും ഇതുപോലെ തന്നെ കുറേ കോസ്മെറ്റിക് ഐറ്റംസും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഫ്രണ്ടിൽ തന്നെ വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഞങ്ങൾ അവിടെ ഒന്നും വീഴാണ്ട് നേരെ അങ്ങ് നടന്നു. അങ്ങനെ ലിഫ്റ്റ് അന്വേഷിച്ച് കുറേ എത്തിയപ്പോഴാണ് അങ്ങനെ ലിഫ്റ്റ് കിട്ടിയത്. അപ്പോൾ ഉള്ളിലോട്ട് ചെന്നപ്പോഴേക്കും അവിടെയും ഇതുപോലെ കുറേ സെയിൽ നടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു കർക്കിടകിഴിവാണെന്ന് തോന്നുന്നു, അതിൻ്റെ സെയിലാന്ന് തോന്നുന്നു. കുറേ ഇങ്ങനെ സെയിലിന് ഇട്ടിട്ടുണ്ട്, കുറേ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ അങ്ങനെ നോക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ ഒരു ഡ്രസ്സ് കണ്ടത്. ഈ ഒരു ഷർട്ട് ഞങ്ങൾക്ക് ഉള്ളതാണ്, ഇതിൻ്റെ ഒരു വൈറ്റ് കളർ ഞങ്ങൾക്ക് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നിൽക്കുമായിരുന്നു. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഇത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടായിരുന്നു. കുറേ
കളർ വെറൈറ്റീസിലൊക്കെ അത് അവൈലബിൾ ആണ്. ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. നല്ലൊരു മോഡേൺ ഡ്രസ്സ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മളത് എന്തിന് പെയർ ചെയ്യും, എന്തൊക്കെ പെയർ ചെയ്യാൻ പറ്റും, അങ്ങനെ ഇങ്ങനെയൊക്കെ ഓരോന്നൊക്കെ ആലോചിച്ച് അങ്ങനെ കുറേ നേരം നിന്നു. അത് തൊട്ടപ്പുറത്ത് നോക്കിയപ്പോൾ ഇതുപോലെ ഗൗണിൻ്റെ കളക്ഷൻസും കാര്യങ്ങളൊക്കെ കണ്ടു. പിന്നെ ഞങ്ങൾ ഉദ്ദേശിച്ച ടൈപ്പ് ലേസ് അവിടെ ഉണ്ടായിരുന്നു, ആ ഒരു ഗൗണും ഉണ്ടായിരുന്നു. അപ്പോൾ ആകെ പറഞ്ഞു നമുക്കെന്നാൽ പിന്നെ അതങ്ങ് പറിച്ചെടുത്താലോ എന്ന് വരെ ഞങ്ങൾ ചിന്തിച്ചായിരുന്നു. അത് കഴിഞ്ഞ് ലിഫ്റ്റിൽ കയറിയപ്പോഴാണെങ്കിൽ ഇങ്ങനെ നമുക്ക് ലിഫ്റ്റ് പൊന്നുമ്പോൾ ഒരു തലകറക്കം ഉണ്ടല്ലോ, അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞങ്ങളവിടെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഹലോ ഗൈസ്, എനിക്ക് ചെറിയൊരു മണ്ടത്തരം പറ്റി. ഒരു തേർഡ് ഫ്ലോർ, ഫസ്റ്റ് ഫ്ലോർ എന്ന് പറഞ്ഞാൽ ഞാൻ കേട്ടത് തേർഡ് ഫ്ലോർ എന്നാണ്. സോ ഞാൻ ഇറങ്ങിപ്പോയി ഗൈസ്. പക്ഷെ ഞാൻ അതെല്ലാം നോക്കിയത്. ഞാനെന്താണെന്നറിയോ, പെട്ടെന്ന് സൗണ്ട് കേട്ടപ്പോ അയ്യോ ഗൈസ് ആരണ്ടൊക്കെ വരുന്നു. പിന്നെ കാണാൻ ബൈ. അപ്പൊ ഗൈസ് ഇവിടെ ഒന്നും കിട്ടിയില്ല. നമുക്ക് ഇനി നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ പിടിക്കാം. അടുത്ത് നമുക്ക് ബ്രോഡ്വേ പോവാം. അവിടെ രാധാകൃഷ്ണൻ ഇല്ലെങ്കിൽ നമുക്ക് നെറ്റ് മുറിച്ചു വാങ്ങാം. അത് ഇനി വേറെ വഴിയുള്ളൂ. അതെ, ഇതിപ്പോ എവിടെയാണ് പഠിച്ചോനെ? അങ്ങനെ പിന്നെ ലാസ്റ്റ് ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് ബ്രോഡ്വേ ആണ്. ഇനി ബ്രോഡ്വേയിലേക്ക് പോയിട്ട് അവിടെ നിന്ന് ഇങ്ങനെ കിട്ടണമെന്ന് പ്രാർത്ഥിച്ചിട്ടാണ് ഞങ്ങൾ ഈ പോണത്. അപ്പോൾ പോണ വഴിക്ക് നമ്മൾ ഷീമാട്ടിയിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങുമ്പോൾ നമ്മുടെ കയ്യിൽ ഇതുപോലെ റെസ്റ്റോറൻറ്റ്സിൻ്റെ കാർഡൊക്കെ കൊണ്ടുവന്ന് ഓരോരുത്തർ തരുമല്ലോ. അപ്പോൾ ഇതുപോലെ ഒരു ചെറുക്കൻ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊരു കാർഡ് തന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് അവിടെ നിന്ന് പോയി കഴിച്ചിട്ട് ഇനി പോകാം. കാരണം കുറേ ഇനി നടക്കാനുണ്ടെന്ന് ഞങ്ങൾക്ക് രണ്ടുപേർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു എന്നാൽ പിന്നെ കഴിച്ചിട്ട് പോകും. ഞങ്ങളാണെങ്കിൽ ഒരു ഉച്ച ടൈമിലായിരുന്നു അവിടെ നിന്ന് ഇറങ്ങിയത്. ഹലോ ഗൈസ്, ഫൈനലി നമ്മൾ ആ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഇറങ്ങി. വേറെ ഒന്നുമല്ല, എന്താ കാര്യം പറയും? കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നല്ല ഓഫർ ഉണ്ടാണ് കയറിയത്. ചോദിച്ചപ്പോൾ അവർ പറയുന്നത് ശനി ഞായർ മാത്രമേ. എന്നാൽ അവിടെ എഴുതി വെക്കേണ്ടത് അതാണെങ്കിൽ അവർ എഴുതി വെച്ചില്ല. അതായത് ഞങ്ങൾ അതിനുള്ളിൽ കയറിയപ്പോഴാണ് പറയണത് അവിടെ ഉള്ളതൊന്നും, അവിടെ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞതൊന്നും അവിടെ ഇല്ല. അതായത് നമ്മൾ ഉദ്ദേശിച്ചത് നല്ല അറബിക് ഡിഷ് പോലത്തെ എന്തെങ്കിലും ആയിരുന്നു. പക്ഷേ അതിൻ്റെ ഓഫീസ് ഒന്നും അവിടെ ഇല്ല, എല്ലാം ശനി ഞായറും. അപ്പോൾ നമുക്ക് ഇനി അടുത്ത കടയിലേക്ക് പോകാൻ ഇറങ്ങി അവിടെ. ഓക്കെ, ഞങ്ങൾക്ക് വേണ്ട ഓഫർ ഇല്ലാത്ത കടകളും. അതെ, ഓഫർ കണ്ട് വളർന്നവരത് ഞങ്ങൾ. അതെ, അടുത്ത കടയിൽ പോയിട്ട് അവിടെ പോയി തല്ലുപിടിച്ച് അവിടെ നിന്ന് ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് നമ്മുടെ ബ്രോഡ്വേയിലേക്കാണ്. അപ്പോൾ നമ്മൾ എന്തോ ഭാഗ്യത്തിന് ചെന്ന് നിന്നപ്പോൾ തന്നെ നമുക്ക് ബസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ പിന്നെ അധികം നേരം അതിന് വേണ്ടി ലാഗ് അടിച്ചിട്ടുണ്ടായില്ല. നമ്മളാണെങ്കിൽ ഒരു കടയിൽ ചെല്ലുക, അവിടെ കിട്ടാനുള്ള ഇറങ്ങിയ അത് തന്നെയായിരുന്നു കുറേ നേരം. അങ്ങനെ പിന്നെ ബ്രോഡ്വേ ചെന്നിട്ട് ഞങ്ങൾക്ക് ഇവിടെ നിന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. കാരണം ബ്രോഡ്വേ കിട്ടാത്തൊന്നും ഇല്ലല്ലോ അങ്ങനെ. അപ്പോൾ ഇവിടെ നിന്ന് എന്തായാലും കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയിലായിരുന്നു. നമ്മളൊരു സ്പെസിഫിക് മോഡൽ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുപോലത്തെ തന്നെ കിട്ടുകയാണെങ്കിൽ ആ സെയിം മോഡൽ തന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ടായിരുന്നു ഞങ്ങൾ ഈ നെറ്റിന് വേണ്ടി ഇങ്ങനെ അലഞ്ഞുകൊണ്ടിരുന്നത്. അതിനിടയ്ക്കാണെങ്കിൽ ഞങ്ങൾക്ക് നല്ല വിശപ്പുണ്ടായിരുന്നു. കാരണം രാവിലെ ഞാനൊന്നും കഴിച്ചിട്ടില്ല, ആകെ ആണെങ്കിലും കുറച്ചെന്തോ വെച്ചിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ നല്ല വിശപ്പ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഉണ്ടായിരുന്നു. അങ്ങനെ ലാസ്റ്റ് നമ്മൾ ഈ ഒരു കടയിൽ കയറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതിൻ്റെ റിവ്യൂ നമ്മൾ നമ്മുടെ യൂട്യൂബ് ചാനൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ കാണാത്തവർ എന്തായാലും പോയി കാണാം. ഒരു അടിപൊളി റെസ്റ്റോറൻ്റ് ആണ്. ആകെ വിശക്കണ്ടോ? ആര് ഫുഡ് വരാത്തതിൻ്റെ വിഷമം. എന്താ ഓർഡർ ചെയ്തേക്കുന്നത്? സന്തോഷം നോക്കി. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് വന്നൊന്ന് കഴിച്ചേ പിന്നെയാണ് നമുക്ക് രണ്ടുപേർക്കും ഒരു സമാധാനം കിട്ടിയത്. കാരണം അത്ര നേരം ഞങ്ങൾ അലഞ്ഞിട്ട് ഞങ്ങളൊരുമാതിരി കുഴഞ്ഞിരിക്കുമായിരുന്നു. ആ ഫുഡൊന്ന് കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ജീവൻ വെച്ചത്. അങ്ങനെ ഫുഡൊക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ രാധാകൃഷ്ണനിലേക്ക് പോയി. അങ്ങനെ നമ്മൾ ഉദ്ദേശിച്ച നെറ്റ് അവിടെ കിട്ടിയില്ല. ലാസ്റ്റ് നമ്മൾ പ്ലെയിൻ നെറ്റ് കട്ട് ചെയ്ത് വാങ്ങി. പിന്നെ ബീഡ്സ്, ലേസ്, ത്രെഡ്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ടായിരുന്നു. അതൊക്കെ നമ്മൾ വാങ്ങിച്ചു. എല്ലാം കഴിഞ്ഞു, ഇനി വീട്ടിൽ പോവാം. എല്ലാം കഴിഞ്ഞ് ഞങ്ങളും തീർന്നു. ഓ ചത്ത് ഗൈസ്. അങ്ങനെ ഫൈനലി കുറേ സാധനങ്ങൾ നമ്മൾ മേടിച്ച് തന്നെ ബ്രോഡ്വേയിൽ നിന്ന് ഇറങ്ങിയത്. എന്നാലും കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ എറണാകുളത്ത് ചെറിയൊരു വ്ളോഗ്. അപ്പോൾ ഇഷ്ടപ്പെട്ട എന്തായാലും നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത്രേ ഉള്ളൂ. ബൈ.